നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നും വാസ്തുശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിരവധിയായിട്ടുള്ള ആൾക്കാർ ഗ്രഹ ആരംഭവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ പൂജകളാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. പലർക്കും സംശയമാണ്. അത്തരത്തിലുള്ള ഒരു സംശയ നിവൃത്തിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. ഗ്രഹ ആരംഭവുമായി ബന്ധപ്പെട്ട് വാസ്തുപൂജ നടത്താവുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അത്തരത്തിലൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഗ്രഹപ്രവേശവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ആ ഗ്രഹത്തിലെ അന്തേവാസികൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ പൂജകളെ നടത്താവുന്നതാണ്. അത്തരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതിന്റെ പ്രാധാന്യം എന്നിവയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വാസ്തുബലി എന്ന കർമ്മമാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഗ്രഹപ്രവേശത്തിന് തലേ ദിവസം രാത്രിയിലാണ് വാസ്തുബലി ചെയ്യേണ്ടത്. വാസ്തുപുരുഷനെ പ്രീതിപ്പെടുത്താനുള്ള പൂജ തന്നെയാണ് വാസ്തുബലി. 67 പിണ്ടങ്ങൾ വെച്ച് വിപുലമായിട്ടുള്ള രീതിയിലാണ് വാസ്തുബലി നടത്തുന്നത്. സാധാരണ വൈഷ്ണവ പൂജ അറിയാവുന്ന തന്ത്രിമാരോ കർമ്മികളോ ഈ വാസ്തുബലി ചെയ്യേണ്ടതാണ്. വാസ്തുബലി ചില സ്ഥലങ്ങളിലൊക്കെ കട്ടളവെപ്പിന് ശേഷം നടത്താറുമുണ്ട്. അങ്ങനെ വാസ്തുബലി നടത്തുന്ന പക്ഷം അതിനുശേഷം ബാക്കിയുള്ള പണികളൊക്കെ തുടർന്ന് നടത്താവുന്നതാണ്. എന്നാൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വാസ്തുബലി ഗ്രഹ ആരംഭത്തിന് തൊട്ടു മുമ്പുള്ള രാത്രിയിലാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ പഞ്ചശിരസ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ഥലം കട്ടിളപ്പടിയുടെ അടിയിലായിട്ട് ഒഴിച്ചിടേണ്ടതാണ്. പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് മർമ്മദോഷങ്ങളെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കും. മുമ്പൊരു വീഡിയോ ഇത്തരത്തിൽ പഞ്ചശിരസിനെ കുറിച്ച് ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. കൂടുതൽ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും നമുക്കൊരു വീഡിയോ ചെയ്യാം. അതോടൊപ്പം ഗ്രഹപ്രവേശ ദിവസം കാലത്ത് ഗണപതി ഹോമം നടത്തുന്നത് നല്ലതാണ്. ഗണപതി ഹോമം, സുദർശന ഹോമം, ഗ്രഹപ്രവേശന ദിവസം രാത്രിയിൽ ഭഗവതി സേവ എന്നിവയും നടത്താറുണ്ട്. ഇതെല്ലാം അവരവരുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് നടത്തുക. 10,000 ചെലവ് വരുന്നതാണ്. അവരവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വേണം ഇത്തരം കാര്യങ്ങളെ ചെയ്യാൻ. ശക്തിക്കൊത്ത വഴിപാട് എന്നാണ് പറയുന്നത്. സാമ്പത്തിക സ്ഥിതി കുറവുള്ളവർ അതിന് പകരമായിട്ട് ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തുക. വാസ്തുബലി, പഞ്ചശിരസ് സ്ഥാപനം, ഗണപതി ഹോമം, സുദർശന ഹോമം, ഭഗവതി സേവ എന്നീ കാര്യങ്ങളും അതിന് സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക എന്നിങ്ങനെയാണ് ഗ്രഹപ്രവേശത്തിന് അതിനോടനുബന്ധിച്ച് നടത്തേണ്ട പൂജകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. നേരിട്ടും ഓൺലൈനിലും കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. എന്റെ ഫോൺ നമ്പർ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.